അച്ചോ നല്ല വീടൊക്കെ പണിതു, മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു, കുറച്ചു കാലം സന്തോഷകരമായിട്ട് ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടു. പെട്ടെന്നാണ് ജീവിത പങ്കാളിക്ക് ഒരു ചങ്കിന് വേദന വന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എനിക്കെൻ്റെ ജീവിത പങ്കാളി നഷ്ടമായി എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ നൊമ്പരത്തോടെ വേദനയോടുകൂടിയാണ് ആ സഹോദരൻ ഇത് പങ്കുവച്ചത്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷേ ഈ ഒരു വേദന എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളൊക്കെ തീർത്ത് സന്തോഷകരമായി ഒരു നല്ലൊരു വീടൊക്കെ വെച്ച്, കാരണം അതുവരെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു, സന്തോഷമായി ജീവിക്കാമെന്ന് തീരുമാനിച്ചപ്പം ഈ ഒരു അവസ്ഥ. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അച്ചോ ആ മരിച്ച ദിനങ്ങളിലൊക്കെ ബന്ധുക്കളും അതോടൊപ്പം മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ദുഃഖവെള്ളിയിലൂടെ കടന്നു പോകുവാനായിട്ട് വലിയ പ്രയാസം എനിക്ക് തോന്നിയില്ല. കാരണം എന്താ, ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമമുണ്ടല്ലോ, ഇവർക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ എൻ്റെ കൂടെ നിൽക്കാനായിട്ട്, എന്നെ സഹായിക്കാനായിട്ട്. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പം പിന്നെ വലിയൊരു വേദനയാണ്. ചുരുക്കത്തിൽ ദുഃഖശനിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, വേദനയുടെ മൂർധന്യാവസ്ഥയിൽ ധാരാളം വ്യക്തികളുണ്ട്. എന്നാൽ ഒരു നിശ്ചലമായ അല്ലെങ്കിൽ ഒരു സൈലൻ്റായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇത്, ഈ ഒരു ദുഃഖശനിയുടെ അനുഭവം. അങ്ങനെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അച്ചോ എനിക്കൊരു ബോധ്യമുണ്ട്, അതായത് ഈ പറയുന്ന ദിനങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും എൻ്റെ ജീവിത പങ്കാളി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദുഃഖവെള്ളിയും സർവോപരി ദുഃഖശനിയുമൊക്കെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. ഇനി നമുക്കൊക്കെ രോഗം വന്നു കഴിയുമ്പം ആദ്യമൊക്കെ കുറച്ച് ആളുകളൊക്കെ നമ്മുടെ അടുക്കലേക്ക് വരും, പിന്നെ ആരുമില്ലാത്ത അവസ്ഥ. ഇനി ആരെങ്കിലും മരിച്ചു എന്ന് കരുതുക, അപ്പോഴും കുറച്ച് പേര് കൂടെ ഉണ്ടാവും. എന്നാൽ കുറച്ച് നാളുകൾ ആരുമില്ലാത്ത ഒരവസ്ഥ, ഒരു ദുഃഖശനിയുടെ അനുഭവം. പ്രിയപ്പെട്ടവരെ, അപ്പോഴും പ്രതീക്ഷ നൽകുന്നത് എന്താ? ഈ ദുഃഖശനിക്ക് ശേഷം ഇതാ ഉടനെ തന്നെ ഒരു ഉയർപ്പ് ഞായർ ഉണ്ട് എന്നുള്ളതാണ്. അതെ, ആ ഉയർപ്പ് ഞായറിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.